ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എണ്ണയൊന്നും കൂടുതൽ യൂസ് ചെയ്യേണ്ടാത്ത ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പികളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം ഉണ്ടാക്കുന്നത് ടോർട്ടില്ല റാപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഫില്ലിങ്ങിനായിട്ട് ഞാൻ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. നിർബന്ധമില്ല, നിങ്ങൾക്ക് എഗ്ഗ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഒറിഗാനോ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് ഒരു സ്പൂൺ ഓയിലൂടെ ചേർത്തിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഞാനിവിടെ ടോർട്ടിലൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് കുക്കായിട്ട് വരുന്നതാണ്. ഈ ഒരു ടോർട്ടിലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ട ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ട് സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് കുമിളകൾ വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ ടോർട്ടില്ല വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കെച്ചപ്പും മയണീസും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ക്യാബേജ് കുറച്ച് നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് നിങ്ങൾക്ക് ഒന്ന് പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങ് മടക്കി കൊടുക്കാം. എന്നിട്ടിത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയ ടോർട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് മാത്രം ഫില്ലിങ്ങേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പാനാണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ ആ ലൈൻസൊക്കെ വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. കുറച്ച് മാത്രം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡും അതുപോലെ ഒന്ന് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് മൊരിയിച്ചെടുക്കാം. ആ പാനിൻ്റെ ആ ഒരു ലൈനൊക്കെ വരുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലുള്ള ഫില്ലിങ്ങും അതുപോലെ ചീസൊക്കെ പുറത്തേക്ക് ചാടാതെ നന്നായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഉറപ്പായിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡും ചോക്ലേറ്റും വെച്ചിട്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല, നിങ്ങൾക്ക് അല്ലാതെ തന്നെ ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വെള്ളം ഒന്ന് തൊട്ടിട്ട് ഒരു ബൗളിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് ഒന്ന് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ബ്രൗൺ ബ്രെഡ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ബട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ ഓരോ പീസും എടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഹാഫ് ടീസ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ക്രിസ്പി ആവുന്നത് വരെ ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലാക്കി വെച്ചിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കൈകൊണ്ട് പ്രസ് ചെയ്ത് ആ ഒരു കുഴി പോലെ ആക്കിയിട്ടുള്ളിടത്തേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ചോക്ലേറ്റ് ഈ ഒരു ചൂടിൽ ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് മെൽറ്റായി കിട്ടും. ഞാനിവിടെ വൈറ്റ് കോമ്പൗണ്ട് ചിപ്സും അതുപോലെ ഡാർക്ക് കോമ്പൗണ്ട് ചിപ്സും ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ ഡയറി മിൽക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു ചെറിയൊരു ചൂടിൽ ഈ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ബ്രെഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടാണുള്ളത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഈ ചോക്ലേറ്റ് മെൽറ്റായി വരുന്നത് വരെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ മെൽറ്റായിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ആ ചോക്ലേറ്റ് മെൽറ്റായിട്ടുള്ളത് സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ചെറിയ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും. ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു സ്നാക്ക് എന്തായാലും ട്രൈ ആക്കി നോക്കുക. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അടുത്തത് മുട്ടയും ചീസും ഒക്കെ വെച്ചിട്ട് ഒരു ചപ്പാത്തി റോളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇനി പാനിലേക്ക് മുട്ട ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് മാത്രം ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം, ഒരു മുട്ടയൊന്നും ഫുള്ളായിട്ട് വേണ്ട, കുറച്ച് മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഒരുപാട് കനത്തേ വേണ്ട, കനം കുറച്ചിട്ടാണ് ഇതൊന്ന് ചുറ്റി കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആ ഒരു മുട്ട കുക്കാവുന്നതിന് മുമ്പായിട്ട് തന്നെ ചപ്പാത്തി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചപ്പാത്തി ആ ഒരു മുട്ടയിലേക്ക് നന്നായിട്ടങ്ങ് ഒട്ടിയിരുന്നോളൂ. എന്നിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് ഈ ചപ്പാത്തി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചീസ് വെച്ച് കൊടുക്കാം. ചീസ് ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ സ്ലൈസായിട്ട് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ചീസാണ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് പിച്ചിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നിരത്തി വെച്ച് കൊടുത്താൽ മതി. അതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതങ്ങ് റോൾ ചെയ്തെടുക്കാം. ഇനി കുക്കിംഗ് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റോൾ ചെയ്തെടുക്കാൻ പറ്റും. ആ മുട്ടയൊന്ന് കുക്കായിട്ട് ആ ചപ്പാത്തിയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ മാത്രം മതി. ഇനി ആ ചീസൊക്കെ ആ ചൂടിലിരുന്നങ്ങ് മെൽറ്റ് ആയിക്കോളും. അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് നമുക്ക് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഹെൽത്തിയാണ്, ഒരുപാട് എണ്ണയൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും. തലേ ദിവസത്തെയൊക്കെ ചപ്പാത്തിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഈ ഒരു ചീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ മയണൈസോ അല്ലെങ്കിൽ കെച്ചപ്പ് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടും ഇത് റോളാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. ചീസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ക്രീമി ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കാണും. അപ്പോൾ ഈ ഒരു റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ 3 റെസിപ്പിയും നല്ല ഈസി ആയിട്ട് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്